മഹാനായ ഉമർ ഇബ്നു ഹഫീൽ തവ്വലല്ലാഹു ഉംറഹ് മഅ സുഹ്ഹത്തി വൽ ആഫിയ, വലിയ ഷെയ്ഖും വലിയ പണ്ഡിതനും വലിയ ആലിമും വലിയ സൂഫിയും, നമ്മുടെ അഹ്ലുബൈത്തിന്റെ വീടിന്റെ ഉദ്ഘാടനം, അതിന്റെ സമർപ്പണം നടത്തുന്നതിന് വേണ്ടി യമനിൽ നിന്ന് വന്ന വലിയ മഹാൻ, നമുക്കൊക്കെയും ഹദ്ദാദ് റാത്തീബിന്റെ ഇജാസത്ത് തന്ന മഹാൻ. ആ മഹാനവറുകൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് മഹാനവറുകൾ പിന്നിലുള്ളവരോടൊക്കെ ഒരു ചെറിയ ഉപദേശം നടത്തും, ചെറിയൊരു വാചകങ്ങൾ പറയും. എന്താണ് എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതണം. പൊതുവെ നമുക്ക് ഉള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല എന്നുള്ളതാണ്, നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടുന്നില്ല എന്നുള്ളതാണ്, നിസ്കാരത്തിൽ നമുക്ക് വേണ്ട പോലെ അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധകൾ മാറിപ്പോവുകയാണ്. എന്താണ് അതിനൊരു പരിഹാരം? ഒന്നാമതായി, നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ശൈത്വാനിനെ കുറിച്ച് കാവല് തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നിട്ട് ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലിയിട്ടായിരിക്കണം നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത്. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു തീരുമാനം എടുക്കണം. ഇതെന്തോ ഒരു ഹൗലായിയുടെ കാര്യമല്ല, ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പൊ ആ റബ്ബിന്റെ മുന്നിലാണ്. എന്റെ സംസാരം അള്ളാഹിനോടാണ്. എന്റെ സംസാരം ഭൗതികമായ ലോകത്ത് ഒരാളോടും അല്ല. ഇനിയുള്ള എന്റെ സംസാരം അള്ളാഹുവിനോടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അള്ളാഹിനെ ഇങ്ങനെ പുകഴ്ത്താണ് ആദ്യത്തെ ഫാത്തിഹയിൽ തന്നെ. എന്നിട്ട് അള്ളാഹിനോടുള്ള ദുആകളും, പിന്നെ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു നമ്മളോട് അവതരിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നിന്നുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇത് എൻ്റെ റബ്ബിനോട് നടത്തുന്ന എൻ്റെ മുനാജാത്താണ്. പരിശുദ്ധമായ ഇസ്രാ വൽ മിഅ്റാജിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നേരിട്ടാണ് സംഭാഷണം നടത്തിയത് എങ്കിൽ ഞാനിത് നിസ്കാരത്തിൽ നിർവഹിക്കുന്ന റബ്ബിനോടുള്ള എൻ്റെ സംസാരമാണ്, എൻ്റെ മുനാജാത്താണ്. ആ ഒരു ചിന്ത നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വരണം. രണ്ടാമതായി, ഞാൻ എൻ്റെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ പിന്നെ ഞാൻ എന്താക്കൂല, മറ്റുള്ള ശ്രദ്ധകളിലേക്ക് ഞാൻ പോകൂല. പ്രധാനമായും ചിലർ നിസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ശ്രദ്ധയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്, നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ അനക്കം, കുറെ കൈകളെ കൊണ്ടുള്ള ഗോഷ്ഠികള്, പിന്നെ കുറെ ചൊറിയലുകള്, മാന്തലുകള്, തലയിക്കെട്ട് നന്നാക്കല്, നമ്മളെ ഭാഷയിൽ പറയാം, നമ്മളെ രൂപത്തിൽ പറയാം. അതുപോലെ തന്നെ കുറെ കൈ കൊണ്ടിങ്ങനെ ആട്ടിക്കളിക്കല്, കൈകളിങ്ങനെ പിന്നെ ചൊറിയല്, ഇതൊക്കെ നിസ്കാരത്തിൽ നിന്നിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത ദേഷ്യം പിടിക്കും. ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നും പറയല്ല, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ശരീരത്തിന്റെ കൈകളുടെ അനക്കങ്ങൾ, അതുപോലെ തന്നെ അത് 3 പ്രാവശ്യം തുടർച്ചയായി അനങ്ങുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ തലയ്ക്കിട്ട് നന്നാക്കുക, ശരീരം നന്നാക്കുക, ചൊറിയ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അതൊരു നല്ല സ്വഭാവമാണ്. ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ കുറെ കൈ ചൊറിയ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാല് നല്ല അറ്റൻഷൻ, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ കുറെ കൈ അണക്കുക, അങ്ങനെയുള്ളവരെ കണ്ടാൽ തന്നെ ആ നിസ്കാരത്തിൽ നിന്ന്, ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ ഇമാമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടാൽ ഞാൻ ആ ഇമാമിൽ നിന്ന് പലപ്പോഴായി നമ്മൾ വേർപിരിഞ്ഞിട്ടുണ്ട്.
വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇമാമ് നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ കൈകളൊക്കെ ഇങ്ങനെ അനക്കുക, തലയൊക്കെട്ട് നന്നാക്കുക, അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ നന്നാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ചൊറിയ, യാതൊരു ഇതില്ലാണ്ട് കൈ കൊണ്ട് കുറെ ഗോഷ്ഠികൾ. ഇങ്ങനെയുള്ള സ്വഭാവം കാണുമ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് കരുതാലോ, ഈ ഇമാമുമായിട്ട് ഞാൻ യാതൊരു ബന്ധമില്ല. ഇമാമിനെ വേർപിരിയാന്ന് അതിനെ പറയാം. ഒറ്റയ്ക്ക് നിസ്കരിക്കണം. അങ്ങനെയുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ? ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണത്. നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അള്ളാഹുവിന്റെ മുന്നിലാണ് നല്ല അറ്റൻഷൻ, അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണം, നല്ല റെഡി ആയിട്ട്. ആവശ്യത്തിന് പോകുമ്പോൾ കൈയെടുക്കുക, ആവശ്യത്തിന് കൈ താത്തുക, സുജൂദിലേക്ക് പോകുമ്പോൾ ആവശ്യത്തിന് കൈ വെക്കുക. അത് അങ്ങനെ കുറേ നിസ്കരിക്കണമല്ലോ, കുറച്ച് നിസ്കരിച്ചാൽ മതി. വളരെ ഭംഗിയോടുകൂടെയുള്ള നിസ്കാരം. ചിലപ്പോൾ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാൻ അതൊരു കാരണമായി വരും. മനസ്സിലേക്ക് ചിലപ്പോൾ ചിന്ത പല സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ പോയി എന്നൊക്കെ വരാം. എന്നാലും പരമാവധി നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓതുന്ന ഖുർആനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കുക, സൂറത്ത് ഓതുമ്പോൾ സൂറത്തിൽ ശ്രദ്ധിക്കുക, റുക്വയിൽ പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി ആ ദിക്റിൽ ശ്രദ്ധിക്കുക. ഇഅ്തിദാലിലേക്ക് ചെല്ലുമ്പോൾ റബ്ബനാ ലക്കൽ ഹംദ്. നമ്മൾ തറാവീഹ് നിസ്കാരത്താണെങ്കിൽ അത്ര മതി. പൂർണ്ണമായി ചൊല്ലുകയാണെങ്കിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ്. അതങ്ങനെ തന്നെ പറയണം. ഇതെന്താണെന്നറിയോ? കുറെ ആളെന്താ പറയണത്? അല്ലാഹു അലം, എനിക്കറിഞ്ഞൂട കേട്ടോ. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ എന്താ പറയണ്ട, അങ്ങനെ അറിയില്ല പറയണ്ട. റബ്ബനാ ലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പൂർണ്ണമായി അത് പറയാൻ അറിയുകയാണെങ്കിൽ നന്നായി പറയണം. നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ്. കൃത്യമായി അങ്ങനെ തന്നെ പറയണം. അത് പറയാൻ കഴിയുന്നില്ലേ? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൻ ശൈഇൻ ബഅദ്. ഇങ്ങനെ എന്തോന്ന് പറയണേ, നിസ്കാരം തന്നെ ബാത്തിലാവും. കാരണം എന്താ പറഞ്ഞേ? വെറുതെ പിന്നെ നിസ്കാരത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്ന ആവശ്യം എന്താ? അങ്ങനെ വന്നാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോവും. ഉള്ളതല്ല ചൊല്ലാൻ പറ്റും, ഇല്ലാത്ത കുറെ ചൊല്ലിട്ട് എന്ത് കാര്യം? അത് അറിയുന്നില്ലേ? മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ് എന്ന് പറയാൻ അറിയുന്നില്ല എങ്കിൽ റബ്ബനാ ലക്കൽ ഹംദ് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പറയട്ടെ, ഏതായിരുന്നാലും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ദിക്റുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. വളരെ പ്രധാനപ്പെട്ട രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലുന്ന ദിക്റാണ്. എല്ലാം ഉണ്ട് ആ ദുആയിൽ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എല്ലാം ഉണ്ട്. ആഫിയത്ത് ചോദിക്കുകയാണ്, ഹിദായത്ത് ചോദിക്കുകയാണ്, റബ്ബിനോട് റിസ്ഖിനെ ചോദിക്കുകയാണ്, ഭക്ഷണത്തെ ചോദിക്കുകയാണ്. എന്താ ഇല്ലാത്ത? പാപമോചനത്തെ ചോദിക്കുകയാണ്, റബ്ബിനോട് കാരുണ്യത്തെ ചോദിക്കുകയാണ്. എല്ലാം ഉണ്ട് ആ ദുആയിൽ. അതിലില്ലാത്ത ഒന്നുമില്ല. അത് അങ്ങനെ അറിയുന്നെങ്കിൽ മാത്രം ചെല്ലിയാൽ മതി.
അങ്ങനെയുണ്ട്. എന്താ പറഞ്ഞ അങ്ങനെ അതൊന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞു പോവുക. അത് ശരിയാകൂല. അറിയില്ലേ റബ്ബി ഗഫിർലി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി വർഹംനി എന്ന് റഹംനി എന്ന് പറയാം. അറിയാത്ത എന്തിനു ചെല്ലണേ? തെറ്റിച്ചെല്ലേണ്ട ആവശ്യമില്ല. അറിയാത്തത് അവിടെ ചെല്ലാണ്ട് റബ്ബി ഗഫിർലി വർഹംനി. അറിയുന്നവർ വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലിക്കോ. ചെല്ലാൻ അറിയണില്ലേ റബ്ബി ഗഫിർലി വർഹംനി ഇത്ര ചൊല്ലിയാൽ മതി. ഇല്ലാത്ത വാചകം നിസ്കാരത്തിൽ കൊണ്ടുവന്നാൽ, അക്ഷര തെറ്റുകൾ വന്നാൽ, ഇല്ലാത്തത് ചൊല്ലിയാൽ അത് നിസ്കാരത്തിന്റെ സ്വഹത്തിനെ ബാധിക്കൂലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ പറയണത് എന്റെ വിഷയമൊന്നുമല്ല. നമ്മൾ നിസ്കാരത്തിലേക്കും മറ്റും കടക്കുമ്പോൾ, നമ്മൾ നിസ്കാരത്തിലെ ദിക്റുകളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നല്ല നല്ല ഖുശൂ ഉണ്ടാവും. നമ്മുടെ ചിന്ത മറ്റുള്ളതിലേക്ക് പോകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവസ്ഥയാണ് പറയണത്. പിന്നെ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഉമർ ഇബ്നു ഹഫീദ് തങ്ങളവറുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പറയും, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് എല്ലാവരും കരുതണം. അത് വലിയൊരു വർത്താനാണ്, അത് വലിയൊരു വിഷയമാണ്. ഓരോരുത്തരും നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതണം. ളുഹർ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതെന്റെ അവസാന ളുഹർ നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതണം. ഇതെന്റെ അവസാനത്തെ അസ്ർ നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ, ഇതെന്റെ അവസാനത്തെ തറാവീഹ് നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ, ഹൃദയാന്തരങ്ങളെ നിസ്കാരത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ നമുക്ക് കഴിയും. അല്ലാഹ് റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.